ഇതിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയായിട്ട് ലളിതമ്മയാണ്, KPS ലളിതയാണ്. പിന്നെ അതുപോലെ തന്നെ 2 കുട്ടികൾ, ജുഗുറു ഉണ്ട്. അവൻ മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച, കൂടാതെ കുമ്പസാരത്തിൽ ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു അവൻ്റെ. അതിനുശേഷം ഞങ്ങൾ ഒന്നിക്കുന്ന ചിത്രം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറുടെ മോളാണ് അവളുടെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്നത്. അവരും എന്താ പറയുക, ഞാൻ കുഞ്ഞിൻ്റെ പെർഫോമൻസോ കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ അന്യായ പെർഫോമൻസാണ് ചെറുതിൻ്റെ. പിന്നെ ലളിത, പിന്നെ അതുപോലെ തന്നെ വിജയേട്ടൻ, കുട്ടേട്ടൻ, വിജയരാഘവൻ, പിന്നെ ശാരി ചേച്ചി, ധർമ്മജൻ, അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമ കൂടിയാണത്. ഇനി ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആൽബിയാണ്. ആൽബി എന്ന് പറയുന്നത് എന്താ പറയുക, ഹണീബി ആണെങ്കിലും അതുപോലെ തന്നെ I Am Tony ആണെങ്കിലും ഇപ്പം എൻ്റെ കുമ്പസാരം മൂപ്പരാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഈ ചെയ്യുന്ന സിനിമയാണ്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വേറൊരു കൈൻഡ് ഓഫ് ലൈറ്റിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമകൾ മാത്രമേ ആൽബി ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു പച്ചപ്പുള്ള സിനിമയുടെ ഭാഗമാകുന്നത് ഒരുപക്ഷെ ആൽബി ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആവേശം നമുക്ക് ആൽബിയിൽ കാണാൻ പറ്റിയിരുന്നു. അതുതന്നെ സ്ക്രീനിൽ നിന്നും ജനങ്ങൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ബിജിപാലാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതുപോലെ തന്നെ റീറെക്കോർഡിങ്ങും നിർവഹിച്ചിട്ടുള്ളത് ബിജിപാല തന്നെയാണ്. ഇതൊരു കോമഡി മൂവി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഫീൽ ഗുഡ് ഫിലിമായിരിക്കും. പക്ഷേ എന്നാലും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ മുഖത്തൊരു ചിരി ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ ഹ്യൂമറിനേക്കാളെല്ലാം ഉപരി കുട്ടികളുടെ കുസൃതിയാണ്, കുട്ടികളുടെ തമാശയാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കഴിഞ്ഞ ദിവസം പ്രിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കുടുംബമായിട്ടാണ് പോയത്. പിള്ളേരിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു സിനിമ കണ്ടിട്ട്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ഐറ്റങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കുസൃതികളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട സിനിമയായിരിക്കും, കുട്ടികളെ എന്താ പറയുക ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, കുട്ടികളുടെ മനസ്സുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ജലേബി. നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ഓരോ ആക്ടർ എപ്പോഴും ഒരു ദാഹമുള്ളവനായിരിക്കണം. അയാൾ തൃപ്തനാവുക എന്ന് പറയുന്നത് ഒരു സിനിമ ചെയ്ത് പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷേ അവിടെ ആ നിർവൃതി അവിടെ എന്താ പറയുക അടയുന്നില്ല. അത് അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്ക് അടുത്തത് വേറെ എന്തെങ്കിലും ഡിഫറെൻ്റായി ചെയ്യണം എന്നുള്ളൊരു ത്വര അല്ലെങ്കിൽ ആ ഒരു വിശപ്പ് എപ്പോഴും ഉണ്ടാവും. അതെനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സിനിമയും വളരെ 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 ആത്മാർത്ഥമായിട്ടും വളരെ സ്നേഹിച്ചും തന്നെയാണ് ഞാൻ ഓരോ സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണെങ്കിലും കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഇപ്പോൾ ചെയ്തിട്ടുള്ള അമർ അക്ബർ ആൻ്റണി ആണെങ്കിലും ചെയ്യാൻ പോകുന്ന ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സുധി വാൽമീകം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും എല്ലാം മനസ്സിൽ കൊണ്ടുകൊണ്ട് അഭിനയിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കഥാപാത്രങ്ങളും പ്രിയപ്പെട്ടതാണ്. ഹിറ്റ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും സിനിമകൾ ഹിറ്റാവില്ലേ. അപ്പോൾ അതല്ല, എല്ലാവർക്കും അവർക്ക് ശരിയെന്ന് തോന്നുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഹിറ്റാവാം, അതൊരു പക്ഷേ ഫ്ലോപ്പ് ആവാം. എന്താണെങ്കിലും ഞാൻ ആസ്വദിക്കുന്ന സിനിമകൾ, ആസ്വദിച്ച് അഭിനയിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളുള്ള സിനിമകൾ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ ഇനി മുതൽ.